ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് 8th സ്റ്റാൻഡേർഡിലെ മാത്സ് ആനുവൽ എക്സാമിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇതിൽ മലയാളം മീഡിയമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇംഗ്ലീഷ് മീഡിയം നമ്മൾ വേറെ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായും പോയി കാണുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. 1 മുതൽ 5 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 4 എണ്ണത്തിന് ഉത്തരം എഴുതുക. ഓരോ ചോദ്യത്തിനും 2 സ്കോർ വീതം. ഒന്നാമത്തെ ചോദ്യം നോക്കിയാലോ. ചിത്രത്തിൽ പി ക്യു സമം പി ആർ ആണല്ലേ. ദെൻ കോൺ ക്യു എത്രയാണ്? 30 ഡിഗ്രി. ദെൻ കോൺ ആറും കോൺ പിയും എത്രയാണെന്നാണല്ലേ നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ നോക്കൂ കൂട്ടുകാരെ, ചിത്രത്തില് പി ക്യു പി ആറും തുല്യമാണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പം നമുക്കറിയാം തുല്യവശങ്ങൾക്കെതിരെയുള്ള കോണുകളും എന്താണ്? തുല്യമായിരിക്കുമല്ലേ. അതായത് പി ആറിൻ്റെ എതിരെയുള്ള കോണാണ് ഏത്? യെസ്, കോൺ ക്യൂ എന്ന് പറയുന്നത്. ദെൻ പി ക്യൂവിൻ എന്ന വശത്തിന് എതിരെയുള്ള കോണാണ് ഏത്? യെസ്, കോൺ 6. അപ്പോൾ ഈ 2 കോണുകളും എന്തായിരിക്കും? യെസ്, തുല്യമായിരിക്കും. അപ്പോൾ കോൺ 6 എത്രയാണ് നമുക്ക് കിട്ടുക? യെസ്, 30 ഡിഗ്രി തന്നെയല്ലേ. 30 ഡിഗ്രി. ഓക്കെ, ദെൻ കോൺ പി ആണല്ലേ നമുക്ക് കണ്ടെത്തേണ്ടത്. നമുക്ക് എങ്ങനെയാണ് കണ്ടെത്തുക? നമുക്കറിയാം 2 കോണുകളുടെ ഒരു ത്രികോണത്തിലെ 2 കോണുകൾ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. നമുക്കറിയാം ഒരു ത്രികോണത്തിലെ 3 കോണുകളുടെ അളവുകളുടെ തുക എന്ന് പറയുന്നത് എത്രയാണ്? അതെ, 180 ഡിഗ്രിയാണ്. അപ്പം ഇനി നമുക്ക് ബാക്കിയുള്ള ഈ കോണ് കണ്ടെത്താമല്ലോ. എങ്ങനെ കണ്ടെത്തും? അതെ, 180 മൈനസ് 30 പ്ലസ് 30. അപ്പം ആൻസർ എത്രയാണ് നമുക്ക് കിട്ടുന്നത്? നോക്കൂ, 120 ഡിഗ്രിയാണല്ലേ. 120 ഡിഗ്രി എങ്ങനെയാണ് കണ്ടെത്തിയത് നമുക്ക് മനസ്സിലായല്ലോ. യെസ്, 180 മൈനസ് 30 പ്ലസ് 30. ഓക്കെ, മനസ്സിലായല്ലോ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഒരു സംഖ്യയുടെ 3 മടങ്ങിനോട് 2 കൂട്ടിയാൽ 17 കിട്ടും. സംഖ്യ ഏതെന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ കൂട്ടുകാരെ, സംഖ്യ നമുക്ക് എന്തായി എടുക്കാം? എക്സ് ആയി എടുക്കാം. ഓക്കെ, സംഖ്യ നമ്മൾ എക്സ് ആയി എടുക്കുകയാണ്. അപ്പോൾ ഒരു സംഖ്യയുടെ 3 മടങ്ങിനോട് 2 കൂട്ടിയാൽ എന്നല്ലേ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതായത് ഒരു സംഖ്യയുടെ 3 മടങ്ങ് എന്ന് പറയുന്നത് യെസ് 3x പ്ലസ് 2 അല്ലേ. കൂട്ടിയാൽ എന്നല്ലേ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 3x പ്ലസ് 2 ഈസ് ഈക്വൽ ടു യെസ് 17. ഇനി നമുക്ക് 3x ആദ്യം കാണാം അല്ലേ. 3x ഈസ് ഈക്വൽ ടു 17 മൈനസ് 2 അല്ലേ. 17ന് 2 കുറച്ചാൽ എത്രയാണ്? അതെ, 15. ഇനി എക്സ് കാണാമല്ലോ. എക്സ് ഈസ് ഈക്വൽ ടു 15/3. എത്രയാണ് നമുക്ക് ആൻസർ കിട്ടുന്നത്? യെസ് കൂട്ടുകാരെ, എത്രയാണ് നമുക്ക് ആൻസർ കിട്ടുന്നത്? അതെ, 5 അല്ലേ. ആൻസർ എത്രയാണ്? 5. കിട്ടിയത് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യാൻ? സംഖ്യ എക്സ് ആയിട്ട് എടുക്കുക. ദെൻ 3 മടങ്ങിനോട് 2 കൂട്ടിയാൽ എന്നല്ലേ. അപ്പം 3x പ്ലസ് 2 ഈസ് ഈക്വൽ ടു 17. ദെൻ 3x കാണുക, 17 മൈനസ് 2. ദെൻ 15 എക്സ് കാണുക, 15/3 ഈസ് ഈക്വൽ ടു 5. അപ്പം ആൻസർ എത്രയാണ്? 5. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ചിത്രത്തിൽ കോൺ എ ഈസ് ഈക്വൽ ടു 70 ഡിഗ്രി. ദെൻ കോൺ ഡി ഈസ് ഈക്വൽ ടു 110 ഡിഗ്രി. ദെൻ കോൺ സി എത്രയാണ്? 80 ഡിഗ്രി. ദെൻ നമ്മളോട് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. കോൺ എ ബി സി ആണല്ലേ ചോദിച്ചിട്ടുള്ളത്. അതായത് ഏത് കോണാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്? യെസ്, കോൺ എ ബി സി. അതായത് ഈ കോണാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് അല്ലേ. കോൺ എ ബി സി, അതായത് ഈ കോണാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. നമുക്കറിയാം ഇത് എന്താണ് കൂട്ടുകാരെ? യെസ്, ഇതെന്താണ്? യെസ്, ഒരു ചതുർഭുജമാണല്ലേ. ചതുർഭുജമല്ലേ. അപ്പോൾ നമുക്കറിയാം ചതുർഭുജത്തിലെ മൊത്തം കോണുകളുടെ അളവുകളുടെ തുക എത്രയാണ്? അതെ, 360 ഡിഗ്രിയാണ്. അപ്പോൾ ഇവിടെ 3 എണ്ണം നൽകിയിട്ടുണ്ടെങ്കിൽ 4ാമത്തെ നമുക്ക് കണ്ടെത്താമല്ലോ. എങ്ങനെയാണ്? യെസ്, 360 മൈനസ് യെസ് എത്രയാണ്? 110 പ്ലസ് 80 പ്ലസ് 70 അല്ലേ. എത്രയാണ് നമുക്ക് ആൻസർ കിട്ടുന്നത്? യെസ്, 100 ഡിഗ്രി. ഓക്കെ, ആൻസർ എത്രയാണ്? 100 ഡിഗ്രി. കിട്ടിയല്ലോ. ഓക്കെ, ദെൻ നെക്സ്റ്റ് കോൺ സി ബി ആണല്ലേ ചോദിച്ചിട്ടുള്ളത്. കോൺ സി ബി ഇ. കോൺ സി ബി ഇതല്ലേ. ഇവിടെ നമുക്ക് 100 കിട്ടിയല്ലേ. 100 ഡിഗ്രി എന്ന് കിട്ടി. ഇനി നമ്മളോട് ചോദിച്ചിട്ടുള്ളത് യെസ് ഈ കോണാണ്. കോൺ സി ബി ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്.
കോൺ സി ബി അല്ലേ നമ്മളോട് ചോദിച്ചത്. നമുക്കറിയാം ഈ രണ്ട് കോണുകളും എന്താണ്, അത് രേഖീയ ജോഡിയാണല്ലേ. അപ്പം നമുക്ക് ഈ കോണ് കണ്ടെത്താൻ എന്ത് ചെയ്താൽ മതി? യെസ്, 180 നിന്ന് 100 കുറച്ചാൽ മതിയല്ലേ. 180 മൈനസ് 100 എത്രയാണ് നമുക്ക് ആൻസർ കിട്ടുന്നത്? അതെ, 80 ഡിഗ്രി. എളുപ്പമല്ലേ? ഓക്കെ, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഒരു ക്ലാസ്സിലെ പെൺകുട്ടികളുടെയും ആൺകുട്ടികളുടെയും എണ്ണം 2:3 എന്ന അംശബന്ധത്തിലാണ്. ആകെ 50 കുട്ടികളുണ്ട് എങ്കിൽ പെൺകുട്ടികളുടെ എണ്ണം എത്ര, ആൺകുട്ടികളുടെ എണ്ണം എത്ര എന്ന് ചോദിച്ചിട്ടുണ്ടല്ലേ. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? പെൺകുട്ടികളുടെ എണ്ണമാണ് കണ്ടെത്തേണ്ടത് അല്ലേ. പെൺകുട്ടികളുടെ എണ്ണം കാണാൻ എന്ത് ചെയ്താൽ മതി? യെസ്, പെൺകുട്ടികളുടെ എണ്ണം കാണാൻ ആകെ 50 കുട്ടികളാണല്ലേ ഉള്ളത്. യെസ്, ആകെ 50 കുട്ടികളുണ്ട്. 50 കുട്ടികളുണ്ട് അല്ലേ. പിന്നെ 50 ഇത് ആകെ നോക്കൂ, 2:3 എന്ന അംശബന്ധമില്ല. അപ്പോൾ ഇതിൽ 2 പെൺകുട്ടികളും 3 ആൺകുട്ടികളും. ആകെ എത്ര കുട്ടികളാണുള്ളത്? യെസ്, 5 അല്ലേ. അപ്പോൾ 5 എണ്ണത്തിൽ 2 പെൺകുട്ടികളും 3 ആൺകുട്ടികളുമാണ്. അപ്പോൾ പെൺകുട്ടികളുടെ എണ്ണം കണ്ടെത്താൻ നമുക്ക് എന്ത് ചെയ്യാം? യെസ്, 5 × 2/5 എത്രയാണ് നമുക്ക് ആൻസർ കിട്ടുന്നത്? യെസ്, 20 അല്ലേ. ആൻസർ എത്രയാണ്? 20. അപ്പോൾ പെൺകുട്ടികളുടെ എണ്ണം നമുക്ക് കിട്ടി 20. ഇത് കിട്ടിയാൽ നമുക്ക് എളുപ്പമാണ്, ആൺകുട്ടികളുടെ എണ്ണം വേഗം കണ്ടെത്താൻ കഴിയും. ഇത് ഇക്വേഷൻ ഒന്നും വേണ്ട. എന്താണ്? യെസ്, ആകെ 50 കുട്ടികളുണ്ട്, അതിൽ 20 എണ്ണം പെൺകുട്ടികളാണ്. അപ്പോൾ എത്ര ബാക്കി ഉണ്ടാവും? 30 അല്ലേ. 30 ആവും ആൺകുട്ടികളുടെ എണ്ണം. അത് നമുക്ക് വേഗം കണ്ടെത്താം. നമുക്ക് ഈ ഒരു ഇതിൽ തന്നെ ചെയ്ത് നോക്കാം അല്ലേ. ആൺകുട്ടികളുടെ എണ്ണം കണ്ടെത്താൻ എന്ത് ചെയ്യാം നമുക്ക്? യെസ്, 50 × 3/5 ദെൻ 10 × 3 30. ഇതുപോലെ കണ്ടെത്തണമെന്നില്ല. നമുക്ക് ഇത് കിട്ടിയാൽ തന്നെ, പെൺകുട്ടികളുടെ എണ്ണം കിട്ടിയാൽ തന്നെ നമുക്ക് ആൺകുട്ടികളുടെ എണ്ണം നമുക്ക് അതിൽ നിന്ന് കുറച്ച് കണ്ടെത്താവുന്നതാണ് അല്ലേ. അപ്പോൾ പെൺകുട്ടികളുടെ എണ്ണവും ആൺകുട്ടികളുടെ എണ്ണവും എങ്ങനെയാണ് കണ്ടെത്തിയതെന്ന് മനസ്സിലായല്ലോ. ഓക്കെ, ഇത് നെക്സ്റ്റ് നോക്കാം. ഓക്കെ, ദെൻ A ഈസ് ഈക്വൽ ടു A എത്രയാണ്? A ക്വസ്റ്റ്യൻ നോക്കൂ, -3 × 4. എളുപ്പമാണ്. -3 × 4 3 4 12. ദെൻ ചിഹ്നം ഏതാണ്? യെസ്, മൈനസ് അല്ലേ. -12. ദെൻ 5 × -2 അല്ലേ. മൈനസ് ഇൻറ്റു മൈനസ് എന്താണ്? പ്ലസ് ആവും അല്ലേ. അപ്പോൾ ആൻസർ എത്രയാണ്? 5. യെസ്, 5 - -2 അല്ലേ. സോറി, ക്വസ്റ്റ്യൻ ഒന്ന് തെറ്റിപ്പോയിട്ടുണ്ട്. 5 - -2. അപ്പോൾ മൈനസും മൈനസും പ്ലസ് ആയി. അപ്പോൾ 5 + 2 അല്ലേ. എത്രയാണ് ആൻസർ കിട്ടുന്നത്? യെസ്, 7. ഓക്കെ, മനസ്സിലായല്ലോ. നോക്കൂ, -3 × 4 3 4 ഗുണിക്കുക. അപ്പോൾ എത്രയാണ് നമുക്ക് കിട്ടുന്നത്? 12. ദെൻ മൈനസ് അല്ലേ ചിഹ്നം, മൈനസ് ഇട്ട് കൊടുക്കുക. ദെൻ 5 - -2 മൈനസും മൈനസും വന്നാൽ നമുക്കറിയാം പ്ലസ് ആവും അല്ലേ. അപ്പോൾ ഇവിടെ എന്തായി? പ്ലസ് ആയി. അപ്പം 5 + 2 7. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 6 മുതൽ 11 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 4 എണ്ണത്തിന് ഉത്തരം എഴുതുക. ഓരോ ചോദ്യത്തിനും 3 സ്കോർ വീതം. 6ാമത്തെ ചോദ്യം എന്താണ്? വിട്ട ഭാഗം പൂരിപ്പിക്കുക അല്ലേ. ഇക്വേഷൻ നോക്കൂ, A² - B². നമുക്കറിയാം എന്താണ്? യെസ്, A + B × A - B. യെസ്, A + B × A + B. Then 100 - 99 സ്ക്വയർ ആണല്ലേ. 100² - 99² 100² - 99² അത് ഈ ഫോമിൽ തന്നെയല്ലേ കിടക്കുന്ന. നോക്കൂ, A² - B² എന്ന ഫോമിലല്ലേ. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതും? യെസ്, A + B × A - B എന്ന ഫോമിലാണ് നമ്മൾ എഴുതേണ്ടത്. A - B നമുക്ക് നൽകിയിട്ടുണ്ട് അല്ലേ. 100 - 99 1 ഇവിടെ നൽകിയിട്ടുണ്ട്. ഇനി നമ്മൾ A + B ഫോമിലേക്ക് ആക്കണ്ടേ. അപ്പോൾ A ഇവിടെ ഏതാണ്? 100 ആണ്. അപ്പോൾ 100 B 99 അല്ലേ. അപ്പോൾ 100 + 99 എത്രയാണ്? അതെ, 199. ഓക്കെ, ദെൻ സി ക്വസ്റ്റ്യൻ നോക്കൂ. A + 1 ഹോൾ സ്ക്വയർ - 1² ഈസ് ഈക്വൽ ടു A + 2 × അപ്പോൾ നോക്കൂ, ഇതും ഏത് ഫോമിൽ തന്നെയാണ് നമുക്ക് കിടക്കുന്നത്? യെസ്, ഏത് ഫോമിലാണ് കിടക്കുന്നത് നോക്കൂ. A + 1 ഹോൾ സ്ക്വയർ - 1² അതായത് A + B × A - B അതായത് A² - B² എന്ന ഫോമിൽ തന്നെ അല്ലേ. നോക്കൂ, A² എന്നതിന് പകരമാണ് A + 1 ഹോൾ സ്ക്വയർ. ദെൻ B² ആണ് ഇവിടെ 1² എന്ന് പറയുന്നത്. അപ്പം ഇനി നമുക്ക് എന്ത് ചെയ്യാം? A + B × A - B എന്ന ഫോമിലേക്ക് മാറ്റാം. അപ്പോൾ ഇവിടെ നോക്കൂ, A + B × A - B എന്നല്ലേ.
നമുക്ക് നോക്കാം. എ പ്ലസ് ബി, അതായത് എ പ്ലസ് ബി, എ പ്ലസ് 1. ഓക്കെ, എ പ്ലസ് ബി, അതവിടെ എ പ്ലസ് 1 ആണ്. ദെൻ പ്ലസ് ബി എന്ന് പറയുന്നത് 1 സ്ക്വയർ അല്ല, അപ്പോൾ 1. എ പ്ലസ് 1 പ്ലസ് 1 ഇൻറ്റു ദെൻ എ മൈനസ് ബി അല്ലേ. എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ എ പ്ലസ് 1 അല്ലേ. എ പ്ലസ് 1 മൈനസ് 1 അല്ലേ. ബി എന്ന് പറയുന്നത് 1. ഓക്കെ, അപ്പോൾ എ പ്ലസ് 1 പ്ലസ് 1 എന്ന് പറയുമ്പോൾ എത്രയായി? യെസ്, എ പ്ലസ് 2 ഇൻറ്റു ആ എ പ്ലസ് 2 ആണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. ഓക്കെ, എ പ്ലസ് 2 ഇൻറ്റു ദെൻ എ പ്ലസ് 1 മൈനസ് 1. പ്ലസ് 1ഉം മൈനസ് 1ഉം നമുക്ക് ക്യാൻസൽ ചെയ്യാമല്ലോ. അപ്പോൾ എ പ്ലസ് 2 ഇൻറ്റു എ. ആൻസർ കിട്ടിയത് മനസ്സിലായോ? ഓക്കെ, അപ്പോൾ ആൻസർ എന്താണ്? എ പ്ലസ് 2 ഇൻറ്റു എ. ഓക്കെ, എങ്ങനെയാണ് കിട്ടിയതെന്ന് മനസ്സിലായല്ലോ. ഓക്കെ, ഇത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഒരു ത്രികോണത്തിന്റെ വശങ്ങൾ തമ്മിലുള്ള അംശബന്ധം 2:3:4. ചുറ്റളവ് 36 സെന്റിമീറ്റർ. വശങ്ങളുടെ അളവുകൾ കണക്കാക്കുക. ഓക്കെ, നമുക്കറിയാം ഏതൊക്കെയാണ് 3 വശങ്ങളുണ്ടല്ലോ. അപ്പോൾ 1, 2, 3, 4. 2, 3, 4. അപ്പോൾ മൊത്തം എത്രയാണ്? യെസ്, 4, 2, 6, 6, 3, 9 അല്ലേ. അപ്പോൾ 9ൽ 2, രണ്ടാമത്തെ വശം എന്ന് പറയുന്നത് 9ൽ 3 ആണ്. മൂന്നാമത്തെ വശം 9ൽ 4 ആണ്. ഓക്കെ, നമുക്ക് ഒന്നാമത്തെ വശം എങ്ങനെ കണ്ടെത്താം? യെസ്, ഒന്നാമത്തെ വശം കണ്ടെത്താൻ 36 ഇൻറ്റു യെസ് 2/9. ഓക്കെ, യെസ് 8 സെന്റിമീറ്റർ ആണല്ലേ. അപ്പോൾ ഒന്നാമത്തെ വശം നമുക്ക് കിട്ടി 8 സെന്റിമീറ്റർ. ഒന്നാമത്തെ വശം എത്രയാണ്? 8 സെന്റിമീറ്റർ. യെസ്, നമുക്ക് ഒന്നാമത്തെ വശം കിട്ടിയല്ലേ. ഈ നെക്സ്റ്റ് കണ്ടെത്താൻ നമുക്ക് എന്ത് ചെയ്യാം? രണ്ടാമത്തെ വശം കണ്ടെത്താൻ, ഈ രണ്ടാമത്തെ വശമാണ് ഇനി കണ്ടെത്തേണ്ടത്. രണ്ടാമത്തെ വശം കണ്ടെത്താൻ യെസ് 36 ഇൻറ്റു 3/9 അല്ലേ. 3, 4, 12 അല്ലേ. അപ്പോൾ രണ്ടാമത്തെ വശം എത്രയാണ്? 12 സെന്റിമീറ്റർ എന്ന് കിട്ടി. ഓക്കെ, രണ്ടാമത്തെ വശം 12 സെന്റിമീറ്റർ. ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യാം? യെസ്, മൂന്നാമത്തെ വശവും കണ്ടെത്താം അല്ലേ. 36 ഇൻറ്റു 4/9. 4, 4, യെസ് 16 അല്ലേ. 16 സെന്റിമീറ്റർ. അപ്പോൾ ഒന്നാമത്തെ വശം എന്ന് പറയുന്നത് 8 സെന്റിമീറ്റർ. ദെൻ 2 നമ്മൾ കണ്ടെത്തി എത്രയായിരുന്നു? രണ്ടാമത്തെ വശം എന്ന് പറയുന്നത് എത്രയായിരുന്നു കൂട്ടുകാരെ? യെസ് 12 സെന്റിമീറ്റർ. ദെൻ മൂന്നാമത്തെ വശം 16 സെന്റിമീറ്റർ. ഓക്കെ, 3 വശങ്ങൾ നമ്മൾ കണ്ടെത്തിയല്ലോ. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ചിത്രത്തിൽ ABCD ഒരു ചതുരമാണ്. AB = 8 സെന്റിമീറ്റർ, AD = 4 സെന്റിമീറ്റർ, PB = QD = എത്രയാണ്? 3 സെന്റിമീറ്റർ നൽകിയിട്ടുണ്ടല്ലേ. അപ്പോൾ ചതുരം ABCDയുടെ പരപ്പളവ് കണക്കാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. പരപ്പളവല്ലേ കണക്കാക്കേണ്ടത്? നമുക്കറിയാം AB 8 സെന്റിമീറ്റർ ആണ്. AD, അതായത് നോക്കൂ AB, ഇവിടെ നോക്കൂ AB മൊത്തം അളവെന്ന് പറയുന്നത് എത്രയാണ്? 8 സെന്റിമീറ്റർ ആണ്. ഓക്കെ, നമുക്ക് എഴുതി വെക്കാം ആദ്യം. AB ഇത് 8 സെന്റിമീറ്റർ അല്ലേ. AB 8 സെന്റിമീറ്റർ. ദെൻ AD അതവിടെ എഴുതിയിട്ടുണ്ട് 4 സെന്റിമീറ്റർ. ദെൻ PBയും QDയും 3 ആണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ. നോക്കൂ, PBയും QDയും 3 സെന്റിമീറ്റർ. ഇനി ABCDയുടെ, അതായത് ABCD, അപ്പോൾ ഇതിൻ്റെ പരപ്പളവാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് അല്ലേ. ABCയുടെ പരപ്പളവ് കണ്ടെത്താൻ നമുക്ക് എന്ത് ചെയ്താൽ മതി? യെസ്, AB ഇൻറ്റു AD അല്ലേ. AB ഇൻറ്റു AD, അതായത് 8 ഇൻറ്റു 4. 8 ഇൻറ്റു 4 എത്രയാണ് ആൻസർ? അതെ, 32 അല്ലേ. അപ്പോൾ ABCയുടെ പരപ്പളവ് എത്രയാണ്? 32. ഓക്കെ, ദെൻ APയുടെ നീളം കണക്കാക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. APയുടെ നീളം എന്ന് പറയുന്നത് യെസ് ഇതാണ്. APയുടെ നീളം എന്ന് പറയുന്നത് ഈ ഒരു വശം ഇതുവരെയുള്ളതാണ് APയുടെ നീളം എന്ന് പറയുന്നത്. നമുക്കറിയാം ഇവിടെ മൊത്തം എത്രയാണ്? 8 സെന്റിമീറ്റർ ആണ്. അതായത് AB 8 സെന്റിമീറ്റർ ആണ്. അപ്പോൾ AP കണ്ടെത്താൻ എന്ത് ചെയ്താൽ മതി? യെസ്, 8ന്ന് 3 കുറച്ച് നോക്കിയാൽ മതിയല്ലോ. എത്രയാണ് നമുക്ക് കിട്ടുന്നത്? 8ന്ന് 3 കുറച്ചാൽ അതെ 5 അല്ലേ. 5 സെന്റിമീറ്റർ.
അപ്പോൾ എ പിയുടെ നീളം എത്രയാണ്? 5 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, ദെൻ സാമാന്തരികം എ പി സി ക്യൂവിൻ്റെ പരപ്പളവ്. സാമാന്തരികം എ പി സി ക്യൂവിൻ്റെ അളവാണല്ലേ നമ്മളോട് കണ്ടെത്താൻ പറഞ്ഞിട്ടുള്ളത്. എ പി സി ക്യൂ നമുക്ക് എങ്ങനെ കണ്ടെത്താം? 5 × 4. എങ്ങനെ? 5 × 4 എത്രയാണ് ആൻസർ കിട്ടുന്നത്? 20 സെൻറ്റിമീറ്റർ അല്ലേ? 5 × 4. അപ്പോൾ സാമാന്തരികം എ പി സി ക്യൂവിൻ്റെ പരപ്പളവ് എത്രയാണ്? 20 സെൻറ്റിമീറ്റർ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. x = 3 and y = -7 ആണ് അല്ലേ? അപ്പം x + y ആദ്യം കണ്ടെത്തണം. നമുക്ക് നോക്കാം x + y അല്ലേ? x + y, x നമുക്കറിയാം 3, ദെൻ പ്ലസ് -7 അല്ലേ? ഓക്കെ, എത്രയാണ് നമുക്ക് ആൻസർ കിട്ടുന്നത്? വലുതിന്ന് ചെറുത് കുറച്ചിട്ട് വലുതിൻ്റെ ചിഹ്നം ഇട്ട് കൊടുക്കുക അല്ലേ? 7 3 കുറച്ചാൽ 4. വലിയ സംഖ്യയുടെ ചിഹ്നം എന്ന് പറയുന്നത് മൈനസ് അല്ലേ? അപ്പം -4. ഓക്കെ, ദെൻ എക്സ് -y അല്ലേ? അതായത് 3 -7 അല്ലേ? അപ്പം മൈനസും മൈനസും പ്ലസ് ആയല്ലേ? അപ്പോൾ എത്രയാണ് ആൻസർ കിട്ടുന്നത്? 10 എന്ന് കിട്ടും. 3 + 7 അല്ലേ വരിക? അപ്പോൾ ആൻസർ എത്രയാണ്? 10. ഓക്കെ, ദെൻ x + y × x - y അല്ലേ? x + y എന്ന് പറഞ്ഞാൽ 3 + 7 ഇൻറ്റു ദെൻ x - y 3 - -7. 3 - -7 അല്ലേ? അപ്പം നമുക്ക് എത്രയാണ് കിട്ടുന്നത്? നമ്മളിവിടെ കണ്ടെത്തിയിട്ടുണ്ടല്ലേ. x + y ഇത്രയും നമുക്ക് കിട്ടിയിട്ടുണ്ട്, -4. ദെൻ ഇൻറ്റു 3 - -7 അല്ലേ? x - y എന്ന് പറഞ്ഞാൽ -4 ഇൻറ്റു 10. എത്രയാണ് ആൻസർ കിട്ടുന്നത്? 10 × 4 എത്രയാണ്? 40 അല്ലേ? ദെൻ മൈനസ് ഇട്ട് കൊടുക്കുക അല്ലേ? അപ്പോൾ -40. ഉത്തരം എത്രയാണ്? -40. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഒരു ഗണിത പരീക്ഷയിൽ 25 കുട്ടികൾക്ക് ലഭിച്ച സ്കോർ ചുവടെ തന്നിരിക്കുന്നു. ചുവടെ തന്നിരിക്കുന്ന രീതിയിൽ ആവൃത്തി പട്ടിക തയ്യാറാക്കുക എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആവൃത്തി പട്ടിക ഇവിടെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യത്? എളുപ്പമല്ലേ ഒരു ക്വസ്റ്റ്യൻ? 0 to 10 എത്രയാണ് വന്നിട്ടുള്ളത്? എത്ര പേരുണ്ടെന്ന് നോക്കുക, എന്നിട്ട് ടാലി അടയാളത്തിൽ ഇട്ട് കൊടുക്കുക. അതിവിടെ കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കൂട്ടുകാരിത് നന്നായി ഒന്ന് നോക്കി വയ്ക്കുക. ഓക്കെ, എളുപ്പമാണ്, അതുകൊണ്ടാണ് എക്സ്പ്ലെയിൻ ചെയ്ത് പറയാത്തത്. ആൻസേഴ്സ് ഇവിടെ നൽകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ സെക്കൻഡ് പാർട്ടുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ.